ഡ്രൈ സ്കിന്നുള്ളവർക്കുള്ള നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഫേസ് മാസ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ കെമിക്കൽസ് ഒന്നുമില്ല, നാച്ചുറൽ ഇൻഗ്രീഡിയൻസും നമുക്ക് കിട്ടുന്ന ഒരു DIY പ്രോഡക്റ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. ഞാൻ വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് വേണ്ട സാധനങ്ങള്: അലോവേര ജെല്ല്, ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, റോസ് വാട്ടർ എടുക്കാം നിങ്ങൾക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ റോസിപ്പ് ഓയില്. എന്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു ടൈപ്പാണ്. ഈ റോസിപ്പ് ഓയില് എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞ ടൈം തൊട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഭയങ്കര സ്റ്റിക്കിയാണ് ഫേസിൽ. ഇതൊരു ഫേസ് സെറമാണ്. ഇത് ആപ്സിന്റെ നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. അല്ലാതെ ഞാൻ ഓർഡിനറിയുടെ റോസിപ്പ് ഓയിലാണ് ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ റോസിപ്പ് ഓയില് നമ്മുടെ വയറ്റിലെ സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാനും നല്ലതാണ്. അങ്ങനെയാണ് ഞാൻ ഈ റോസിപ്പ് ഓയില് വാങ്ങുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ ഇങ്ങനെ കുറെ റിസർച്ച് ചെയ്തപ്പോൾ ഫേസിൽ ഹൈഡ്രേറ്റിംഗ് ആക്കാനും നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോ ഇതിന്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. പിന്നെ ഹണി. അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബോട്ടിലേക്ക് ഞാൻ കുറച്ച് അലോവേര ജെൽ എടുക്കുകയാണ്. നിങ്ങളുടെ ഫേസിന്റെ ഒരു സർഫസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ശരിക്കും ഈ അലോവേര ജെല്ലാണ് ഈ ഒരു ഫേസ് മാസ്കിന്റെ ബേസ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയാണോ അത്ര എമൗണ്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്ലിസറിൻ ഒരു കുഞ്ഞു സ്പൂൺ അളവ്, അല്ലെങ്കിൽ ഏതാനും ഡ്രോപ്സ്. ഇതിപ്പോ ഡ്രോപ്പ് ആയിട്ട് വീഴുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ ഞാനൊരു 6 ഡ്രോപ്പ് എടുക്കുന്നുണ്ട് ഇവിടെ. അടുത്ത് റോസിപ്പ് ഓയിലും ഞാനൊരു 6 ഡ്രോപ്പ് ഒഴിക്കുന്നുണ്ട്. റോസിപ്പ് ഓയിലും നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റോസിപ്പ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 ഡ്രോപ്പ് റോസ് വാട്ടറും യൂസ് ചെയ്യാം കേട്ടോ. ശരിക്കും റോസ് വാട്ടറും ഈക്വലി നമുക്ക് എഫക്റ്റ് തരുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇടാം. കൈ വെച്ച് പൊട്ടിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു സിസർ എടുത്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ അറിയാലോ, ഒത്തിരി ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫേസിലെ റിങ്കിൾസ് ഒക്കെ മാറി നന്നായിട്ട് റീജുവനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ ഇതിലേക്ക് സ്ക്വീസ് ചെയ്ത് മൊത്തം ഫുൾ കണ്ടന്റും ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വൈറ്റിഷ് കളറിൽ ഇരിക്കുകയാണ് എല്ലാം കൂടെ ചേർന്നിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്യാം. കുറച്ച് എമൗണ്ട് ഹണി ഒഴിക്കുക. എനിക്ക് അതൊന്നും പറയാൻ അറിയത്തില്ല, കുറച്ച് എമൗണ്ട് ഒഴിക്കുക. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹണിയൊക്കെ ഒന്ന് ലൂസായി ചെറിയ ഒരു ലിക്വിഡി ഫോമിലായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇനി നമ്മുടെ ഫേസിൽ എല്ലാ പാർട്ടിലും നന്നായിട്ട് ഇതങ്ങ് അപ്ലൈ ചെയ്യണം. നമുക്ക് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതായത് ഒരു 1 hour മതിയാവുമെന്ന് വിചാരിക്കും. പിന്നെ നിങ്ങളുടെ ഏരിയയിലെ ഹ്യൂമിഡിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുക ഒന്ന് ഡ്രൈ ആവുന്നത് എത്ര ടൈം എടുക്കുന്നുള്ളത്. അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ 1 hour ആയിട്ടുണ്ട്. നമ്മുടെ ഫേസ് മാസ്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ചെറുതായിട്ട് ആ ഒരു ഹണിയുടെ സ്റ്റിക്കി ഫീലിംഗ് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകാതിരിക്കുക. എപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് വാഷ് വെച്ച് മാത്രം കഴുകുക. കാരണം ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഹൈഡ്രേഷനും കൂടി ആ ഒരു ഫേസ് വാഷിൽ കൂടെ അങ്ങ് പോവും. അതുകൊണ്ട് എപ്പോഴും ഒരു മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യുക. ഞാനിവിടെ ഈ ടാച്ചയുടെ റൈസ് വാഷ് എന്ന് പറയുന്ന ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു സോഫ്റ്റ് ക്രീം ക്ലെൻസർ ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനിത് വാഷ് ചെയ്യാൻ പോകുന്നത്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് കാണാം. അപ്പൊ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ടവലിൽ നമുക്കൊന്ന് പാഡ് ഡ്രൈ ചെയ്തെടുക്കാം. ഇനി സ്കിന്നിൽ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ബൗൺസി ആയിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇതിന്റെ പുറത്തേക്ക് ബാക്കി നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഇപ്പൊ മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ്, അല്ലെങ്കിൽ നൈറ്റ് ആണെങ്കിൽ നൈറ്റിൽ ബാക്കി പ്രോഡക്റ്റോടെ യൂസ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് ഇരിക്കും. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ എളുപ്പം കിട്ടാവുന്നുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു DIY ആയിട്ട് നോക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണെങ്കിൽ ഇത് നല്ല ബെസ്റ്റ് ആണ് ഡ്രൈ സ്കിന്നിന്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇത്ര സാധനങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലിസറിൻ ഒരു 1 സ്പൂൺ എടുക്കുക. പിന്നെ അതിലേക്ക് ഈ റോസിപ്പ് ഓയില് ഏതാനും ഡ്രോപ്സ് ഒഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കുക, മിക്സ് ചെയ്യുക. അത് തേച്ചിട്ട് നൈറ്റിൽ നിങ്ങൾ കിടന്നുറങ്ങുക. രാവിലെ എണീക്കുമ്പോൾ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് രണ്ടും മാത്രം യൂസ് ചെയ്താലും മതി. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ രാത്രിയൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് എല്ലാ ലെയറും കൂടി അപ്ലൈ ചെയ്യാനൊക്കെ അങ്ങ് മടിയാവും. ആ ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണിത്. ജസ്റ്റ് ഈ ഗ്ലിസറിനും റോസിപ്പ് ഓയിലും കൂടെ നന്നായിട്ട് തേച്ചിട്ട് കിടന്നുറങ്ങും. രാവിലെ എണീക്കുമ്പോൾ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് ശരിക്കും എന്റെ അനുഭവം ഉള്ള കാര്യമാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സമയമുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.